പ്രചാരണം കൊഴിപ്പിക്കുവാൻ ദേശീയ കിഴങ്ങുകൾ കേരളത്തിലേക്ക്. i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് പച്ചയ്ക്ക് പ്രതികരിക്കുവാൻ ഒരിടം. പ്രേക്ഷകർക്ക് ഇന്ന് പ്രതികരിക്കുവാനുള്ള ചോദ്യം ഇതാണ്: പ്രചാരണം കൊഴിപ്പിക്കുവാൻ കോൺഗ്രസിൻ്റെ ദേശീയ കിഴങ്ങുകൾ കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് വല്ല പ്രയോജനവും ഇവന്മാർക്ക് കിട്ടുമോ എന്ന്. യാതൊരു ഐക്യവുമില്ലാതെ തമ്മിലടിച്ചു നിൽക്കുന്ന കസേരമോഹികളുടെ തീവട്ടിക്കൂട്ടം. കേക്കച്ചൻ എന്ന ഒരു തേൻകണി വീരൻ ദേശീയ നേതാക്കളെ അടക്കം ബ്ലാക്ക്മെയിൽ ചെയ്ത് അടിമകളാക്കി വെച്ചിരിക്കുന്ന അനൈക്യ ജനാധിപത്യ മുന്നണി വെടിമെടുക്കന്മാരായ യുവനേതാക്കന്മാരെ തേൻകണിയിൽപ്പെടുത്തി ഒതുക്കി, മുതിർന്ന നേതാക്കളെ അടക്കം ഒതുക്കി കരക്കിരുത്തി, പീഡനവീരൻ ശശിയെ അടക്കം മുന്നണിയിൽ എടുത്ത മുടിഞ്ഞ നിലപാടുകളുടെ രായകുമാരൻ കേക്കച്ചൻ നയിക്കുന്ന കുറുമുന്നണി കെ സുധാകരനെ പണിഞ്ഞ് ഗാലറിയിലിരുത്തി, അന്തംഗമ്മിയും സർവോപരി കിളി പോയി പേയിളകി കടിക്കാൻ നടക്കുന്ന ജി സുധാകരനെ വരെ ഇപ്പോൾ പിടിച്ച് UDFന്റെ ഭാഗമാക്കിയ റനിമോളുടെ രായകുമാരൻ, രാഹുൽ ഗാന്ധിയുടെ DNA വരെ പരിശോധിക്കണം എന്ന് പറഞ്ഞ നിലമ്പൂർ മൂരിയെ അവസാനം കെട്ടിപ്പിടിച്ച് ബേപ്പൂർ എഴുതി കൊടുത്തവൻ, തൻ്റെ കളിക്കൂട്ടുകാരികൾക്കും ബിനാമികൾക്കും സീറ്റ് പങ്കിട്ട് കൊടുത്തവൻ, ഇതെല്ലാം കണ്ട് ബഫൂണിനെ പോലെ ഇരിക്കുന്ന കേന്ദ്ര കിഴങ്ങുകൾ ഇനി കേരളത്തിൽ വന്നാൽ എന്ത് ചെയ്യണം എന്ന് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ശക്തമായി പ്രതികരിക്കുക ഇപ്പോൾ തന്നെ. ചോദ്യം ഞാൻ ആവർത്തിക്കാം: പ്രചാരണം കൊഴിപ്പിക്കുവാൻ കോൺഗ്രസിൻ്റെ ദേശീയ കിഴങ്ങുകൾ കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് വല്ല പ്രയോജനവും ഇവർക്ക് കിട്ടുമോ? കേക്കച്ചൻ ബന്ദികളാക്കിയ ദേശീയ സർട്ടിഫൈഡ് കിഴങ്ങുകൾ കേരളത്തിലേക്ക് എത്തുന്നു അടുത്ത ആഴ്ച മുതൽ. പാർട്ടിയിലെ അണികളുടെയും വോട്ടർമാരുടെയും മനസ്സറിയുവാൻ കഴിവില്ലാത്ത സെൻസും സെൻസിബിലിറ്റിയും നഷ്ടപ്പെട്ട കിഴങ്ങുകളാണ് അടുത്ത ആഴ്ച മുതൽ കൂട്ടത്തോടെ കേരളത്തിലേക്ക് കെട്ടിയെടുക്കപ്പെടുന്നത്. കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് യാതൊരു കമാൻഡുമില്ലാത്ത, വകതിരിവ് പോലുമില്ലാത്ത കർണാടകത്തിലെ കുറെ തീവട്ടികളായ കിഴങ്ങുകളുടെ കസ്റ്റഡിയിലാണെന്നുള്ളത് കെ സുധാകരൻ വിഷയത്തോടുകൂടി നമുക്കിപ്പോൾ വെളിവായി. പ്രേക്ഷകരോടുള്ള ഇന്നത്തെ ചോദ്യം ഇതാണ്: പപ്പുമോൻ എന്ന് എതിരാളികൾ വിളിക്കുന്ന രാഹുൽ ഗാന്ധിയും വദ്രയുടെ ഭാര്യ പ്രിയങ്കയും ഗുണവും മണവുമില്ലാത്ത ഗാർഖയുമൊക്കെ കേരളത്തിലേക്ക് എത്തിയിട്ട് വല്ല കാര്യവുമുണ്ടോ? ഇവർ വരുന്നത് കൊണ്ട്, ഇവരുടെ തൊലിവെളുപ്പ് കണ്ടതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ തേങ്കണി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ UDFന് ഇനി വോട്ട് ചെയ്യുമോ? ജനങ്ങൾ പ്രതികരിച്ചാലും രാഹുലല്ല, ഇത് പപ്പുമോൻ തന്നെയാണ് എന്ന് കേരള ജനത മനസ്സിലാക്കിയത് സതീശന്റെ തേങ്കണി യാത്രയുടെ സമാപന ദിവസം പപ്പുമോൻ നടത്തിയ ആ 5 ഗ്യാരണ്ടികൾ കേട്ടിട്ടാണ്. MGR പോലും പണ്ട് ഇത്ര തൊലിക്കെട്ടി കാണിച്ചിട്ടില്ല. എന്താണത്? മുടിഞ്ഞ് മുണ്ടങ്കോലെടുത്തിരിക്കുന്ന KSRTC ബസ്സിൽ വനിതകളുടെ യാത്ര തികച്ചും സൗജന്യമാക്കും പോലും. ശമ്പളം പോലും കൊടുക്കുവാൻ പാങ്ങില്ലാതെ മുങ്ങിച്ചാകാൻ തുടങ്ങുന്ന ഈ വെള്ളാന മുഖേന ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് വെളിവും വെള്ളിയാഴ്ചയുമുള്ള ആരെങ്കിലും പറയുമോ? ഇല്ല. അടുത്തത് എന്താണ്? ഉമ്മൻചാണ്ടിയുടെ പേര് കളയുവാൻ ഉമ്മൻചാണ്ടി ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതി. എന്തുവാണ് ന്യൂമാർക്ക് പോലും അറിയില്ല. തീർന്നില്ല. കോളേജ് കുമാരികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം. കുമാരന്മാരുടെ വോട്ട് പപ്പുവിന് വേണ്ട തുടങ്ങി പപ്പുവിൻ്റെ 5 ഗ്യാരണ്ടികൾ രാഹുൽ വന്ന് വീണ്ടും ആവർത്തിക്കുമ്പോൾ കിട്ടാനുള്ള വോട്ടുകൾ കൂടി ഈ പപ്പുമോൻ കളഞ്ഞു കുളിക്കില്ലേ? ജനങ്ങളെ, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കേരളത്തിലെ ജനങ്ങളെ അപ്പാടെ വെറുപ്പിക്കുവാൻ ചേക്കാള ചാടുന്നത് പോലെ സതീശൻ ചാടിച്ചാടി ഇവിടെ നിൽക്കുമ്പോൾ വേറെ കേന്ദ്ര കിഴങ്ങുകൾ കൂടി ഇങ്ങോട്ട് വരേണ്ടതുണ്ടോ? കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജനങ്ങൾ ഇപ്പോൾ തന്നെ പ്രതികരിക്കുക. ഇവന്മാർക്ക് നാണവും മാനവും ഒന്നും ഇത് കേട്ടിട്ട് തോന്നിയില്ലെങ്കിലും ചുമ്മാ പ്രതികരിച്ചാട്ടെ. ചോദ്യം ആവർത്തിക്കാം: പ്രചാരണം കൊഴിപ്പിക്കുവാൻ കോൺഗ്രസിൻ്റെ ദേശീയ കിഴങ്ങുകൾ കേരളത്തിലേക്ക് വരുന്നത് കൊണ്ട് ഇവർക്ക് വല്ല പ്രയോജനവും കിട്ടുമോ? i2y ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ് നല്ല കട്ടയ്ക്ക് യാതൊരു മയവുമില്ലാതെ ഒരു പുല്ലനെയും പേടിക്കാതെ പ്രതികരിക്കുവാൻ ഒരിടം. ഇനി മിഷൻ 250യുടെ 220ാം ദിനമായി ഇന്ന് ജനങ്ങളുടെ പ്രതികരണങ്ങൾ കേൾക്കുക. ഇത് പാലക്കാട് ചേരിക്കുന്നത് പാലക്കാട്ടെ മാത്രമല്ല, ഈ കോൺഗ്രസ് നശിക്കാൻ വേണ്ടിയുള്ള പരിപാടി ചെയ്തിരിക്കുന്നത് രാഹുൽ അങ്ങോട്ട് നിർത്തിയില്ലെങ്കിൽ. കാരണം ഇത് BJPക്ക് വഴിവെട്ടി കൊടുക്കുകയാണ് കോൺഗ്രസ്. ഏറ്റവും കൂടുതൽ ചെയ്തിരിക്കുന്നത് VD സതീശനാണ് ചെയ്തിരിക്കുന്നത്. VD സതീശൻ ഈ കാണിക്കുന്നത് കോൺഗ്രസ് നശിപ്പിക്കാൻ വേണ്ടിയാണ് ചെയ്തിരിക്കുന്നത്.
അവൻ എല്ലാരെയും വെട്ടി ഒതുക്കിയുണ്ടോ? സുധാകരനെ വരെ ഇപ്പൊ തീർത്തു. സുധാകരനെ വെട്ടിയൊതുക്കി. അവൻ കാണിക്കുന്ന വൃത്തികേടുകൾ, കാണിച്ച് കോൺഗ്രസ് മുഴുവൻ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ പിഷാരടി നിന്നാൽ ജയിക്കത്തില്ലെന്ന് 100% കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടം അല്ലാതെ ആരും ജയിക്കത്തില്ല, വേറെ ആരും ജയിക്കത്തില്ല. കോൺഗ്രസ് ഇനി വേറെ ആരെ വെച്ചാലും ജയിക്കത്തില്ല രാഹുൽ മാങ്കൂട്ടം അല്ലാതെ. കഴിഞ്ഞ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടം പിടിച്ച വോട്ടിനെക്കാട്ടിലും ഇരട്ടി വോട്ടുകളോടെ ഈ പ്രാവശ്യം രാഹുൽ മാങ്കൂട്ടം നിന്നാൽ ജയിക്കുമായിരുന്നു. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വികാരമാണ്. കേരളത്തിൽ ജനങ്ങൾ ഈ പ്രാവശ്യം എന്റെ തോന്നലനുസരിച്ച് ഈ പ്രാവശ്യം കോൺഗ്രസ് ഭരണം പിടിക്കാൻ പോകുന്നില്ല. ഈ കളിയാണ് കളിക്കുന്നത്. ഈ വി ഡി സതീശൻ ഈ കളി കളിച്ചാൽ ഇത് ഈ പ്രാവശ്യവും ഭരണം കിട്ടത്തില്ല. നമ്മള് കളമശ്ശേരി മണ്ഡലത്തിൽ നിന്ന് വിളിക്കുന്നത് സാറേ, ഞങ്ങളുടെ എടയാറ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് കളമശ്ശേരി പാലക്കാട് പഞ്ചായത്തിൽ. അവിടെ ഒരു കമ്പനി ഫിനാൻസിങ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടാകും. ആ കമ്പനിയുടെ നേതാവാണെന്ന് നമ്മുടെ പ്രതിപക്ഷ നേതാവ് സതീശൻ. ആ കമ്പനി പൂട്ടാൻ നേരത്ത് നല്ല അടിപൊളി കമ്പനിയാണ്, ഞാനൊക്കെ അവിടെ ജോലി ചെയ്ത ആളാണ്. ആ കമ്പനിയുടെ വായിക്കുന്നത് ഈ തൊഴിലാളികൾക്ക് എന്തെങ്കിലും അവകാശങ്ങൾ നേടിക്കൊടുക്കണമെന്ന ഒന്നും പറയാൻ താല്പര്യം കാണിക്കാതെ ശുദ്ധ നുണയനാണ് അയാളെ. നട്ടില്ലാത്തൊരു മണ്ണിര ജീവിയാണ്. അത്രയ്ക്കും നശിഞ്ഞവനാണ് അവൻ. ഞങ്ങളെ പോലത്തെ ഇപ്പോഴും ഞങ്ങൾക്ക് എല്ലാ 600 പേർക്ക് പൈസ കിട്ടാനുണ്ട്. അത് മേടിച്ചേരാൻ ഞങ്ങളുടെ പറവൂരിൽ നിന്ന് എടയാറ് വരെ 28 കിലോമീറ്റർ ഉള്ളു സാറേ. ആദ്യം ഞങ്ങളുടെ പറവൂർ മണ്ഡലത്തിലുള്ള സ്ഥലം, ഞങ്ങളൊക്കെ പറവൂർ മണ്ഡലം ഓർന്നു. കളമശ്ശേരി രൂപീകരിച്ചപ്പോൾ കളമശ്ശേരി ആയി സാറേ. അത്രയ്ക്ക് നെറിവില്ലാത്ത പിശാചാണ്. ഞാനിപ്പോ ഒരു ക്യാൻസർ രോഗിയാണ് സാറേ. എന്റെ വീട്ടിലേക്ക് എന്റെ മോളും കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്, മോളെ വരുമാനം കൊണ്ട്. ഇത്രയ്ക്ക് നാറിയല്ലേ അവനാണ് ഈ നമ്മുടെ കേരളം ഭരിക്കാൻ പോണത്. വെറും നാറിയാണ് ഇവന് ഞങ്ങളുടെ പ്രശ്നം തീർക്കാണ്ട് ഇവന് എന്തെങ്കിലും കൂട്ടിപ്പോയെങ്കിലും എന്തെങ്കിലും എടയാറ് ഭാഗത്ത് സാർ അന്വേഷിച്ച് ഫിനാൻസിംഗ് ടോപ്പ് കമ്പനിയാണ്. ആദ്യം ഫിനാൻസിംഗ് ആയിരുന്നത്. അത് ഫിനാൻസിംഗ് കോബിനിക്കോന്ന് വിട്ടിട്ട് ബിനാനി ഒറ്റക്ക് നടത്തി നല്ല വരുമാനമുള്ള കമ്പനിയാണ്. എന്ത് രസമാണ്. സേഫ്റ്റിയിലൊക്കെ കൊണ്ടും എല്ലാം കൊണ്ടും നല്ല മുൻപന്തിയുള്ള സ്ഥാപനമാണ്. ആ കമ്പനി പൂട്ടാൻ നേരത്ത് പൂട്ടണം. ഇപ്പോഴും അവൻ INTUCയുടെ പട്ടി നാറി അവൻ ഇപ്പോഴും INTUCയുടെ നേതാവാണ്. ഇന്നാള് പറഞ്ഞില്ലേ INTUC കോൺഗ്രസിന്റെ പോഷക സംഘടനയല്ലേ. ഇത്രയ്ക്കും വെളിവില്ലാത്തവനല്ലേ ഇവന്. എന്തെന്നാണ് ഇവനെ കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലമുണ്ട് സാറേ. നമ്മുടെ കാക്കനാട് കുസുമി എന്ന സ്ഥലമുണ്ട്. പ്രാന്തന്മാർ രാവിലെ കൊണ്ടുവന്ന എലിക്ക് 2 ഇഞ്ചക്ഷൻ എടുത്ത് അവന്റെ സകല പ്രാന്തും മാറും. ജയിക്കുമോ സതീശൻ? സാറേ നോക്കും. അതായത് അതിന്റെ രസമുണ്ട് സാറേ. ഞാൻ പറയണ അത് കൂടെ വിറ്റേക്കണം. നമ്മുടെ ഈ BJP ഈ പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കുമ്പോൾ BJP എല്ലാ വാർഡുകളും 10-300 വോട്ട് വെച്ച് കിട്ടും. ഈ നിയമസഭ വരുമ്പോൾ BJP എല്ലാവരും ഈ കോൺഗ്രസിന് വോട്ട് ചെയ്യും. അത് ഊളത്തറൂലേ സാറേ കാണിക്കുന്നത്. ഈ കോൺഗ്രസിൽ BJPയുടെ വോട്ടും കൊണ്ടല്ലേ അവൻ അവിടെ ജയിച്ചത്. ഞാനൊരു ഇഴവനാണ്. അവന്റെ വാർഡിൽ പോലും കഴിഞ്ഞ പ്രാവശ്യം BJP അല്ലേ ജയിച്ചേ? അത് സാറേ അത് അങ്ങനെ വാർഡ് ജയിക്കപ്പോ കണ്ടോ ഞാൻ പറഞ്ഞു ഇവൻ തോപ്പിക്കണം. ഇവന് നാറിയാണ്. ഇപ്പൊ വയനാട് ചൂരന്മാരിൽ വീട് നഷ്ടപ്പെട്ട് വേറെ നമ്മുടെ പ്രിയങ്ക ഗാന്ധി എന്ത് നടന്നു? ഒരു കലണ്ടർ കൊടുത്ത്. ഈ കലണ്ടർ ആരവിടെ കൊണ്ട് തൂക്കിയിടുന്ന നിങ്ങൾ പറഞ്ഞത് എന്തെന്നാ? ഇവര് ഉദ്ഘാടനം കഴിഞ്ഞ് ഇന്ന് 24 ദിവസം ഇന്ന് വരെ അതിന്റെ അവിടെ ഒരു കല്ലെടുത്ത് വെക്കാൻ ഈ നാർക്കും പറ്റിയിട്ടുണ്ട. അങ്ങനത്തെ പിശാചാണ് നമ്മുടെ കേരളം ഭരിക്കാൻ പോകുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ ഞാൻ BJP അനുഭാവിയല്ല, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. ഞാൻ പറഞ്ഞത് എനിക്ക് എന്നിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഞാൻ മുഖ്യമന്ത്രിക്ക് ധനസഹായത്തിന് വേണ്ടി അയച്ചു. എനിക്ക് 10,000 രൂപ കിട്ടി സാറേ. അത് മതി സാറേ. എനിക്ക് അങ്ങനെ തന്നില്ലേ. ഞാനൊരു ക്യാൻസർ രോഗി, എനിക്ക് വീടില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. ഈ കോൺഗ്രസ്സുകാരെ എനിക്ക് കമ്പനിയിൽ നിന്ന് കൊടുത്തത് സാർ കേൾക്കണത്. ഇത് കൂടി കേൾക്കണോട്ടെ സാറേ. ഹലോ, എടയാറ് നാസർ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാവാണ്. ഞാൻ ഫിനാൻസിങ് കയറുമ്പോ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്, ഊളയായിരുന്നു. അവൻ വളർന്നു പിടിച്ചപ്പോ കോൺഗ്രസ് INTUCയുടെ നേതാവായി അവിടെ നിന്ന്. അപ്പൊ കമ്പനി പൂട്ടിപ്പോയപ്പോ കമ്പനി കോൺട്രാക്ട് തൊഴിലാളികൾക്കൊക്കെ ഒരു എമൗണ്ട് കൊടുത്ത് അത് നല്ലൊരു വീതം 3 INTUCയുടെ 3 നേതാക്കന്മാര് വീതിച്ചെടുത്ത്. അപ്പോൾ ഞാനൊരു ക്യാൻസർ രോഗിയാണ്. ഇതെല്ലാം അവർക്കറിയാം. ഇവർ എനിക്ക് തരാതെ അത് ബാക്കിയുള്ള തുക ഇവർക്ക് വേണ്ടപ്പെട്ട തൊഴിലാളികൾക്ക് കൊടുത്ത് ഞാനൊരു ഹിന്ദുവായിട്ട് എനിക്കൊരു 10 പൈസ തന്നില്ല സാർ. അതൊരു വലിയ കട്ടല്ലേ. എല്ലാ 50,000 രൂപ കൊടുത്ത്. ഞാൻ എന്നിട്ട് അവരോട് പറഞ്ഞു, എടാ എനിക്ക് മരുന്ന് മേടിക്കാണെങ്കിൽ ഒരു 5,000 രൂപ തന്നൂടെടാ. അപ്പൊ അത്രയ്ക്ക് നാറുകളാണ് സാറേ ഇവര്. എന്റെ പേര് പീറ്റർ പള്ളിത്തറയിൽ. ഞാൻ വയനാട്ടില്ല. ഈ കോൺഗ്രസിന്റെ നാശവും കൂടിയാണ് നമ്മൾ ഈ കാണുന്നത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസ്സുകാരനെ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. ഇപ്പൊ നമ്മൾ ബത്തേരിയിൽ IC ബാലകൃഷ്ണനാണ് നിൽക്കുന്നത്. അയാൾക്ക് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആൾക്കാരാണ്.
ഇപ്പൊ അയാളെ ഇവിടെ 4-ാം പ്രാവശ്യം ഇവിടെ നിൽക്കുന്നുണ്ട്, അതിന് കുഴപ്പമില്ല. അതേസമയം പാലക്കാട് അയാൾ അത്രയും ക്രൂരമായിട്ട് അയാളെ തേജോവധം ചെയ്തിട്ട് അയാള് മറ്റൊരു ഈ കൂട്ടാളികളും കൂടിയിട്ട് ഈ ഷാദി പറമ്പിലൊക്കെ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടല്ലേ രാഹുലിന്റെ, അപ്പൊ അയാൾക്ക് കൂടി സപ്പോർട്ട് ചെയ്തൂടെ രാഹുലിനെ? ഇതൊന്നും ചെയ്യാണ്ട് ഇവര് എന്ത് കളിയാ കളിക്കുന്നത്? കോൺഗ്രസിന്റെ ഉന്മൂലന നാശം കാണാൻ വേണ്ടിയിട്ട് ഇവര് മെനക്കെട്ടിറങ്ങിയേക്ക വി.ഡി. സതീശൻ. എനിക്കൊന്നും ഇവനെ ഇഷ്ടമല്ല. രമേശ് ചെന്നിത്തല, ഈ കുറെ ആൾക്കാരുണ്ടായിരുന്നു കൂട്ടത്തിലെ. അല്ലാതെ നമ്മളെ മുതിർന്ന നേതാക്കന്മാർ അവിടെ ഉണ്ടല്ലോ, അവർക്കൊക്കെ ഇതിലൊക്കെ പ്രതികരിക്കാലോ, അവർക്ക് സപ്പോർട്ട് ചെയ്തൂടെ? എന്തുകൊണ്ടാണ് അവരിങ്ങനെ ചെയ്യുന്നതെന്നാണ് നമുക്ക് മനസ്സിലാകാത്തത്. ഇനി മറ്റുള്ളവരെ നിന്ന് കാശ് മേടിച്ചിട്ടാണോ അതും അറിയാൻ പറ്റത്തില്ല. എന്താ അതിന്റെ മറുപടി നമ്മൾ പറയേണ്ടത്? അതിന് മറുപടിയായിട്ട് ഇവർക്ക് ചെയ്യേണ്ടത് രാഹുൽ സ്വതന്ത്രനായിട്ട് നിൽക്കുക, അതിനൊറ്റ മറുപടി ജയിക്കുക, അത് തന്നെ. അല്ലാതെ വേറെ ഒന്നുമില്ല. എനിക്ക് പറയാനുള്ളത് അതാണ്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.